അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ സൈക്കിൾ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം പൊക്കാറയിൽ ലേക്ക് സൈഡിലാണ് ഉള്ളത്. എന്തായാലും അടിപൊളി. ഇപ്പം നേരെ വന്നത് എങ്ങോട്ടാണ് കാണണ്ടേ? ബയ്യൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. അപ്പം ബയ്യനെ നിങ്ങൾ പരിചയപ്പെട്ടില്ലല്ലോ, കാണിച്ചു തരാ. വാ, അപ്പം ഇതാണ്. സോ this is our Prem Bhaiya. Prem Baba. Prem Baba. Pokhara lokile Prem Baba hai. आप आओ चाय पियो हमारे साथ. Cheers, cheers. Cheers जिंदगी. പോയി. അപ്പം ഇത് കണ്ടില്ലേ, ഇവര് ബയ്യ ഒരു പാരാഗ്ലൈഡിംഗ് പൈലറ്റും കൂടിയാണ്. हम सब कुछ करता है. കണ്ടില്ല, ആകെ മൊത്തം ഓടാണ്. ഇത് ബയ്യയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ വന്നതാണ്. आपका नाम बोलिए. मेरा स्वतंत्र स्वतंत्र. Freedom. ओके, नाइस नाइस. और आप? मेरा नाम विश्वास. Bishwas. Okay. So you play this electronic guitar, right? Wow, nice. You have a nice room here. Yeah, that's I'm going to tell. So you are also a paragliding pilot. Yeah. So these are your like equipments. Yeah. Oh, ഇത് കണ്ടില്ലേ, ഇത് നിറയെ ബാഗ് നിറയെ പാരാഗ്ലൈഡിങ്ങിന്റെ സംഭവങ്ങളാണ്. അപ്പം ഇവരുടെ വീട്ടിലേക്ക് വന്നതാണ്. അടിപൊളി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ നല്ല പഴയൊരു വീടാണ്. ഇവിടെ ബ്രിക്കും ഇതൊക്കെ വെച്ചിട്ട്, ഇപ്പം ഇവർ പെയിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടി കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, അതാ പറക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവരൊക്കെ. അപ്പം ബയ്യനി നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുണ്ട്. കണ്ടോ, ഇതാണ് ആടെ ഓഫീസ് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും പാരാഗ്ലൈഡിങ്. I'll hold this. We go home, okay? Yeah. So, Bhaiya, you are also waiting for your bag, right? Yes, my bag is coming. Okay, so how long you are flying? 11 years. 11 years. 11 साल से हम इस आसमान में उड़ रहा हूँ. उठो. वाह. एक गाना है ना, पंछी बनूं उड़ता फिरूं मस्त गगन में. So you are enjoying your walk, right? Each and every time I go to sky, I forget my Prem Baba. Oh man. Wow. So this is your flying sport. Take off sport. Oh. അപ്പം ഇവിടുന്നാണ് അവർ പറക്കുക. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. See, like the paragliding and eagles are related, right? Related, because most of the things in paragliding like inspired from eagles. Okay. Because how they take off. When take off, we need a wind. Yeah. So when we land, we need a wind, so we can slow down our glider. Okay. So when we climb, we need a hot warm air. So hot warm air always gonna lift you off. Okay. So eagle is hamare Guruji. Guruji. Look at here, so close to us. Wow, it look really big, man. വലിയ eagles ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. Oh! Bye, keep on. Don't sit down. Very good luck. Run, Forrest, run. Very good luck. Right. Nice. അപ്പം ബയ്യ കണ്ടില്ലേ, ഇവർ ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ടേക്ക് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ കാറ്റ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അത്ര. അപ്പം കാറ്റ് വരുന്നതും അതിനോട് കൂടെ ഇത് പൊന്തും. എന്നിട്ട് ഇവരിങ്ങനെ ഓടിയിട്ട് നേരെ ആകാശത്തിലേക്ക് കയറും. See.
See you down. അപ്പം നമുക്ക് എന്തായാലും ആളെ ഇനിയിപ്പം താഴത്ത് പോയിട്ട് വിളിക്കണം. അപ്പം എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. വാ, ഈ ആകാശത്തിലൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ എങ്ങനെയാ പോകാനുള്ളതെന്ന്. തിരിച്ചിട്ട് നമ്മളെ ഇന്നത്തെ ദൗത്യം തന്നെ ഇതാണ്. പയ്യനെ ഇവിടെ ഇറക്കുക, ഇവനെ തിരിച്ച് പോയിട്ട് പയ്യനെ വിളിക്കുക, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അതാണ് നമ്മളെ പരിപാടി. അപ്പം പയ്യ താഴത്തൊരു ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 മിനിറ്റ് 25 മിനിറ്റ് അതിൻ്റെ ഉള്ളിലാണ് അത്ര ഉണ്ടാവുക. ഇത് ഫ്ലൈ ചെയ്യാൻ എത്രയും ചൂട് ഉണ്ടാവുന്നോ അത്രയും നല്ലതാണത്രേ. അപ്പം ഇവിടുന്ന് സോളോ ആയിട്ട് പോകാണ്ട് നമ്മളെ സ്ലീപ്പിംഗ് ബാഗിലില്ലേ ആളിങ്ങനെ കിടക്കുന്നു. എന്നിട്ട് സോളോ ആയിട്ട് ഇവർ ഇത് ആദ്യം സിംഗിളായിട്ട് 2 വർഷം ട്രെയിനിങ് എടുക്കണം അത്രേ. എന്നിട്ടാണ് ടാൻഡം ചെയ്യാൻ പറ്റുക. ടാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആളെ അടുത്ത ആളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ 2 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കണം സിംഗിളായിട്ട്. അപ്പം എന്ത് ഭംഗിയിലാ സോളോ ആൾ പോകുന്നതെന്നുണ്ട്. ഓ മാൻ, കാരണം ഇവർക്ക് മുകളിലേക്കും പോകാൻ പറ്റും. ഇത് എന്തൊരു തെർമൽ എന്തോന്ന് സംഭവം പറഞ്ഞു. കാരണം ഇവരതാണ് പഠിച്ചത്. അപ്പം എന്തുകൊണ്ടും ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ മനം കവർന്നെന്ന് പറയാം. കാരണം കാഴ്ചകൾ മാത്രമല്ല, ഇവരിൽ നിന്നും ഒരുപാട് അറിവുകൾ കിട്ടാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതെങ്ങനെ വർക്കാവുന്നു, ഇതെങ്ങനെ അത് ചെയ്യുന്നത്. ഞാൻ നോക്കും ഒരാളെന്താ സ്ലീപ്പിംഗ് ബാഗിൽ കിടന്ന് പറന്നു പോകണത്. ഓ, അതൊരു 1.5 കാഴ്ച കേട്ടോ. ഒറ്റയ്ക്ക് ഒന്നും അറിയേണ്ട, ആകാശത്തിലൂടെ ബ്ലോക്ക് ഇല്ല, കാര്യങ്ങളില്ല, ഒന്നിനെ കുറിച്ച് ആലോചനയും വേണ്ട. ഈ ചുറ്റുമുള്ള കാഴ്ചകളും കണ്ട് ആനന്ദിച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പം ആ ഒരു കാഴ്ച വല്ലാണ്ട് എന്താ പറയുക, ഇത് പഠിക്കണം എന്നൊക്കെ തോന്നിപ്പോയി ആ ഒറ്റയ്ക്ക് പോകണത് കണ്ടപ്പോൾ. നമുക്കെന്തായാലും ഇവനൂടെ ബുള്ളറ്റ് എടുത്തിട്ട് നമുക്ക് പയ്യനെ വിളിക്കാം. എന്തായാലും ഞാൻ നേപ്പാളിൽ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഒരു ബൈക്ക് റൈഡ് ചെയ്യാൻ പോകുന്നത്. അതും നമ്മുടെ നേപ്പാൾ രജിസ്ട്രേഷൻ തന്നെ. അടിപൊളി. അപ്പം നമുക്കെന്തായാലും പോവല്ലേ. അപ്പം ബാക്കിൽ അന്നപൂർണൻ്റെ നല്ല കിടിലം കാഴ്ചകൾ കണ്ട് നമ്മൾ അത്ര അടുത്തെത്തിയിട്ടുണ്ട്. ആ കാഴ്ചകൾ കണ്ട്, ഇത് ബാക്കിലുള്ളത് അന്നപൂർണ മൗണ്ടെയ്ൻസ് ആട്ടോ. അത് കണ്ടിട്ട് നമുക്ക് നേരെ ചുരം ഇറങ്ങാം. അപ്പോൾ കണ്ടില്ലേ മമ്മീൻ്റെ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നത്. ഇവിടെ ഇങ്ങനെയാണ് എടുത്ത് കൊണ്ടെടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. വാവ്, ചാവൽ സബ്ജി दालमा वाह हाँ और आपका टैटू दिखाइए. हाँ, माता जी पिताजी. माता जी पिताजी. Wow, looks really nice, man. So how was your flight? Really excellent. नेपाल के आदमी लेकिन ऑस्ट्रेलिया रहने वाले. ऑस्ट्रेलिया, हाँ. प्रोफेसर साहब थे. हाँ, यस प्रोफेसर फ्रॉम ऑस्ट्रेलिया. अच्छा रहा सफर. उनसे ढेर सारी बातें भी हुई, मुलाकात 2-4 गाने भी गाए. अच्छा, और कितने मिनट था? It was in between 15 to 20, I guess. 15 to 20 minutes. I flew a little late, so you can see I got a little height. Yes. Because it was, the condition was nice. Condition, right? Yeah. The more sunlight, no, the more temperature, the more we can hold. We can fly. The better the fly. Yeah.
Bhaiya, say good morning to my people. Good morning, my people, all the way from Pokhara. Yeah, good morning, good Yeah, look at the morning. beautiful Wow. sunset. Wow, look at the mountains. Wow. It's a tree of Rudraksh I mentioned. Oh, the Rudraksh seed. Ha 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 ha. Before I used to How collect Rudraksh that? from Oh, can we find anything here? here. Yes, maybe, I don't know, sometime. Wait. Yeah. അപ്പം രുദ്രാക്ഷ അല്ലേ You നമ്മൾ can ഉണ്ടാക്കുന്ന see ആ the Rudraksh over there. The green, you see? Oh, that one. Like, yeah. Small. Yes, right. Ha 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 ha. These are the Rudraksh. Oh. Sometime in lucky enough we can find here too. ഉണങ്ങിയത് ഉണ്ടെങ്കിലേ വീയുള്ളൂ. Is it? അത് നമുക്ക് കിട്ടുമെന്ന്. Is it? See. Oh, we are That's lucky. the Rudraksh. You have to purify this. You see? It's a collar inside. Okay. Maybe if it is one liner, then I can be a millionaire. Is it? Truly. Oh, okay, so that I think it's more costly. Yeah, one liner and there is a. I'm See? not sure. Let me That grab a നമ്മളെ രുദ്രാക്ഷം. It's a Wow. holy. It's called Bashil in English. I'm not sure Oh. how you say in English. I don't know. രുദ്രാക്ഷ. Is Bashil? Rudraksh? No, I'm not sure. That I don't know about. Okay. എന്ത് രസാലേ. അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ ഓർമ്മക്ക് ഒരു രുദ്രാക്ഷം കിട്ടിയിട്ടുണ്ട്. Like I told you, we can see 3 highest mountain from Pokhara ഓക്കെ. within a very close distance. By the way, far away, it's called Manaslu. മനാസ്ലു. Yeah, which is about 8,163 from sea level. Oh, And these okay. are all Like are meters, right? meters. Yes, one of the highest mountains. Yeah, on Earth. yeah. So these all are Annapurna ranges. Annapurna 3, 4, 2. Beyond the mountain, it's called Manang. മണാങ്. Like it's like Manang and Mustang is known as the hidden paradise of Nepal. It's like a Ladakh. Oh, like Ladakh. Like many bikers in these days, they love to go Mustang or Upper Mustang. Okay, in this winter also. In winter, very hard. Because now Yeah, when yeah, slowly snowfall. There will be snowfall. Yeah. And from the Upper Mustang, you can go to the China border. China. Tibet. Tibet. So you know a lot of information because you used to be a trekking guide. Yeah, I used to be a mountain guide. അപ്പം ആള് മുന്നേ ട്രക്കിംഗ് ഗൈഡായിരുന്നു. അപ്പം എല്ലാ ഈച്ച് ആൻഡ് എവറി സംഭവങ്ങളും പുള്ളിക്കാരനെ അറിയാം. അപ്പം അടിപൊളി. അപ്പം നമ്മൾ മണാങ് ഉണ്ട് ഇവിടെ അന്നപൂർണ റേഞ്ച് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, തണുപ്പായതിനെ കൊണ്ട് ആൾ വാമപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. നമ്മളും അതേൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് തന്നെ കുറേ വാമപ്പ് അതിൻ്റെ അപ്പം എക്സ്ട്രാ വാമപ്പിൻ്റെ ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ രാവിലെ തന്നെ വന്നിട്ട് പൂജകളൊക്കെ ചെയ്യും. ഏ ശിവജി കായിക്കാം. I think is that Shivling or something? हाँ ये शिवजी है. शिवजी महाराज को जय हो. वो हमारे पालन करता है. He is a destroyer. He is a creator. He is God of God. Om Namah Shivaya. Truly. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു ശിവലിംഗമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. അവിടെ പൈസ ഒക്കെ ആരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ വരുന്നവർ ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുത്തെ മോർണിംഗ് വാക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുക. ഗുഡ് മോർണിംഗ്. ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ ഇങ്ങനത്തെ ഒരു നടത്തം. വാവ്, നോക്കിക്കേ. അതെല്ലാവർക്കും ആവശ്യമാണ്. നമ്മളെ മൈൻഡ് റിലാക്സ് ആവാനും ബോഡി ഉഷാറാവാനും എല്ലാം കൊണ്ടും ഹെൽത്തി ആയിരിക്കാനൊക്കെ. അപ്പം മെയിൻ 2 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമ്മുടെ ബോഡിയാണ്, മറ്റൊന്ന് നമ്മളെ മൈൻഡാണ്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് തന്നെ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ഇതിനെ രണ്ടും നിങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. സ്വന്തം ഹാപ്പിനെസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നമ്മളെ മോർണിംഗ് കോട്ടായിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രഷായിട്ട് നിങ്ങളിത് ആരെങ്കിലും കേട്ടിരിക്കുന്നവർ എന്തായാലും ആരെങ്കിലും എന്തെങ്കിലും സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു ട്രിപ്പോ അല്ലെങ്കിൽ ട്രിപ്പൊന്നും വേണമെന്നില്ല, രാവിലെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ട് ഒന്ന് ചിരിക്കുക. അത്രേ ഉള്ളൂ. മൈൻഡും മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കുക.
So that's for the day. Come on. See, മൂപ്പരാൾക്ക് 40 വയസ്സായി കണ്ടില്ലേ നമ്മുടെ പ്രേംജിക്ക്. പക്ഷേ അൺബിലീവബിൾ എനർജിയാണ്. അതാണ് പുള്ളിക്കാരൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ ഇന്നലെ ടേക്ക് ഓഫ് കണ്ടില്ലേ, ഇന്ന് നമുക്ക് ലാൻഡിങ് കാണാം. അപ്പോൾ നമ്മുടെ പ്രേംദായിൻ്റെ ഇവിടെ ലാൻഡിങ് സോൺ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. എൻഡ് ഓഫ് ദ ലേക്ക് എന്ന് പറയും ഇവിടെ പൊക്കാറയിൽ. मेक्सिको उहाँले त्यो घटना भनेको सामान्य जाने त्यो एप्लाई हुन्छ नि त, प्लस उसले रियल लोकललाई भेट्ने भयो नि त। अनि नत्र गेस्ट भएर आएर त मलाई भेट्दैन नि त, मानव यहाँ कहाँ ल्याउँथ्यो नि है।
So Prem Bhai, where we now? We are in a very local place. Yeah. सुकुटी खा रहे हैं. Yes. ये कैसे बनाएंगे बॉक को मीट को ड्राई किया जाता है. हाँ. बाद में फ्राई. Oh. नंबर 1 स्नैक्स इन नेपाल. Nepal, like the. हर शराब को मालूम है सुकुटी क्या है. Yeah, वही है. अपन നമ്മൾ so we are at the local wine shop here, right? So the local only know this place, right? आपको पता है जब सूर्यास्त नेपाल मस्त सब लोग आओ नेपाल. അപ്പൊ നമ്മൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ ലോക്കൽസിന് മാത്രം ലൈക്ക് അണ്ടർഗ്രൗണ്ട് ഏരിയ. അപ്പം വന്നെന്താന്ന് വെച്ചാൽ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് വരുന്ന മാത്രമാണ് ഇങ്ങോട്ട് ഇങ്ങനെ കടന്നു വന്നത്. അപ്പം എന്താ കഴിക്കാൻ പോണെന്ന് വെച്ചാൽ इसका नाम क्या बोल दिया आप? सुकुटी और ये सॉसेज बॉयल ना. हाँ सॉसेज ഉണ്ട് ഇവിടെ. इंडिया में मिलेगा ये नहीं मिलेगा. हाँ सही है. അപ്പം നമുക്ക് ഇത് സുക്കൂട്ടിനെ ഒന്ന് കഴിച്ചു നോക്കാം. ഡ്രൈഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണക്കും എന്നിട്ട് ഇത് പൊരിക്കുക ചെയ്യാം. അതാണ് സുക്കുട്ടി. അപ്പം ഇവിടെ ഉള്ള ആളുകളെ ഞാൻ പറഞ്ഞ ലോക്കൽ വൈൻ ഷോപ്പാണ്. ഇവിടെ നാടൻ കള്ള് ഷോപ്പാണ്. നാടൻ കള്ളൊക്കെ കിട്ടും. അപ്പം അവിടുത്തെ കള്ളുകുടിയന്മാരുടെ മെയിൻ ഡിഷാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ പറഞ്ഞില്ലേ ആ വന്ന വഴിയും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. കാരണം നല്ലൊരു ലോക്കൽ ഫീലാണ് കിട്ടുന്നത്. അപ്പം സുക്കുട്ടിനെ അകത്താക്കാം. സുക്കുട്ടി നല്ല പേര് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല ക്രിസ്പാണ്. നമ്മൾ ഷേക്ക് കഴിച്ചില്ല അതിനെക്കാട്ടി കുറച്ചുകൂടി ഹാർഡായിട്ട് ക്രിസ്പാണ്. crispy. And this is sausage. Now we are missing Roxy. We're gonna drink later on. Okay. Yeah. You also stopped, huh? Yeah. My wife will cry if I drink again. മൂപ്പരാക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല. അതാണ് പ്രശ്നം പറയുന്നത്. അപ്പം ഇതാണ് ലോക്കൽ കള്ള്. കാണാൻ മിനറൽ വാട്ടറിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ അത് വെള്ളമല്ല, അത് കള്ളാണ്. അവർ അങ്ങനെയാണ് കൊടുക്കുക. അപ്പം സോസേജ് കൊള്ളാം, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നുകൂടി. ഞാൻ ഇന്നലെ കഴിച്ചത് ഫ്രൈഡ് ആയിരുന്നു. ഇന്ന് നമ്മൾ ബോയിൽഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം ലോക്കൽ സംഭവങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്.